നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അത് ഏത് കാലത്തും സാർവകാലികമാണ്, മധുരമുള്ളതാണ്. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാക്. വിഭവങ്ങൾ കുറഞ്ഞു പോകുന്നതാണ് പേടി. അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ കുറച്ചു മതി, അല്ലെങ്കിൽ എല്ലാവർക്കുള്ള വിഭവം ഉണ്ടാവില്ല. റബ്ബ് പറഞ്ഞാൽ എന്താ? നിങ്ങളെ കുട്ടികളെ കൊല്ലണ്ടട്ടോ, ദാരിദ്ര്യം ഭയന്ന് നിങ്ങളെ കുട്ടികളെ കൊല്ലണ്ടാണ്. കുട്ടികൾ കൂടുതലുണ്ടായാൽ പ്രയാസമാണെന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ല. തൻ്റെ സഹാബിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണത് എന്താണ്? പടച്ചോനെ, ഓനക്ക് സമ്പത്തും കുറേ കൊടുക്കണേ, കുറേ സന്താനങ്ങളെയും കൊടുക്കണേ. ഇസ്ലാം പറയണത് കുറേ സന്താനങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന്. നോക്കൂ, കുട്ടികൾ കൂടുതൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, വർക്കിംഗ് പീപ്പിൾ കൂടുതലില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്പെൻഡിങ് പീപ്പിളാണ് കൂടുതൽ ഉണ്ടാവുക. പ്രായമായ കുറേ ആളുകളുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന പല ആളുകളും അവർ ജോലി ചെയ്യുന്നത് പ്രായമായ ആളുകളെ പരിചരിക്കുന്ന സ്ഥലങ്ങളിലാണ്. അവരെ കൊണ്ട് പ്രൊഡക്റ്റീവായ എക്കണോമിക്കിന് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. യുവതലമുറയിലെ ആളുകൾ കൂടുതൽ ഉണ്ടാവണം, കുട്ടികൾ കൂടുതലാണ്. അതിപ്പം മനസ്സിലായി. അപ്പം ചൈന കരഞ്ഞു, കൊറിയൻ്റെ ഭരണാധികാരി കരഞ്ഞു, സ്ത്രീകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു എല്ലാവരും കുറേ കുട്ടികൾ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ റസൂൽ കുറേ കാലം മുമ്പ് പറഞ്ഞത്